ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് റായ്ബറേലിയും അമേഠിയും. രണ്ടിടത്തും ബി.ജെ.പിയും ബി.എസ്.പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ഏറെ മുന്നോട്ടു പോയിട്ടും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളായിട്ടില്ല. വൈകാതെ ഇക്കാര്യത്തിലുള്ള സസ്പെൻസ് തീരുമെന്നാണ് വിവരം. സർപ്രൈസ് സ്ഥാനാർത്ഥികൾ രണ്ടിടത്തും എത്തുമെന്ന് നേരത്തെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരുന്നു. സോണിയാഗാന്ധി 2004 മുതൽ ജയിച്ചുവരുന്ന മണ്ഡലമാണ് റായ്ബറേലി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിനില്ല എന്ന് വ്യക്തമാക്കി അവർ രാജ്യസഭയിലേക്ക് മത്സരിക്കുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെയാണ് റായ്ബറേലിയിൽ ആരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ച സജീവമാകുന്നത്. പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും മത്സരിക്കാനില്ലെന്ന് പ്രിയങ്ക നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് വിവരം. രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യം ബി.ജെ.പി എപ്പോഴും ചർച്ചയാക്കാറുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പുറമെ താനും മത്സരിച്ചാൽ ബി.ജെ.പിയുടെ പ്രചരണത്തിന് ആക്കം കൂട്ടുമെന്നാണ് പ്രിയങ്കയുടെ നിലപാട്. ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്നും രാജ്യത്തുടനീളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കരുത്തു പകരാനാണ് ഉദ്ദേശിക്കുന്നതെന്നും പ്രിയങ്ക നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് വിവരം. രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലെ മണ്ഡലത്തിൽ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. അമേഠിയിൽ തന്നെ മത്സരിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു. റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കണമെന്നും ആവശ്യമുണ്ട്. അന്തിമ തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധി അമേഠിക്ക് പകരം റായ്ബറേലിയിലേക്ക് ചുവടുമാറ്റാനുള്ള സാധ്യതയുമുണ്ട്. 2019 അമേഠി മണ്ഡലത്തിൽ സ്മൃതി ഇറാനിയാണ് വിജയിച്ചത്. ഇത്തവണയും സ്മൃതി ഇറാനിയെ തന്നെ ബി.ജെ.പി മത്സരിപ്പിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അമേഠിയേക്കാൾ സുരക്ഷിത മണ്ഡലം റായ്ബറേലിയാണ്. ഇവിടെയുള്ള 7-ൽ 5 നിയമസഭാ മണ്ഡലത്തിലും എസ്.പിയാണ് ജയിച്ചത്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് സഖ്യവുമാണ് യു.പിയിൽ ഇത്തവണ ജനവിധി തേടുന്നത്. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിൽ വിജയം ഉറപ്പാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നു. അമേഠിയിലും എസ്.പിയുടെ പിന്തുണയോടെ ജയിക്കാനാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. പ്രവർത്തകർക്ക് ആവേശം പകരാൻ രാഹുലോ പ്രിയങ്കയോ മത്സരിക്കണമെന്ന് യു.പി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2019 ഉത്തർപ്രദേശിൽ കോൺഗ്രസ് 67 മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. ഇത്തവണ 17 സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത്. ബാക്കി സീറ്റിൽ എസ്.പിയാണ് മത്സരിക്കുന്നത്. പരമാവധി വിട്ടുവീഴ്ച ചെയ്താണ് കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ഉത്തർപ്രദേശിൽ നിന്നും ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ.